അടിപൊളിയാട്ടോ. സൂപ്പർ. എങ്ങനെയുണ്ട് മോളെ? എങ്ങനെയുണ്ട് പുളിമുട്ടായി? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യാത്രാ സ്നേഹിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം വെക്കേഷൻ ടൈമല്ലേ, കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഉള്ള സമയമാണ്. അപ്പം ഒരുപാട് വികൃതി പിടിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോഴാണ് അവർക്ക് പച്ചമാങ്ങയും പിന്നെ പുളിയും ചക്കയെല്ലാം കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് തോന്നുക. അപ്പോഴാണ് കുറേ ദിവസമായി മോള് എന്നോട് ഒരു പുളിമിഠായി ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിന്നത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് നേരെ പുളിമിഠായി ഉണ്ടാക്കുന്ന വീഡിയോ നോക്കാം. വരൂ. പുളിമിഠായി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മളൊരു 4 വെള്ള പീസുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വെള്ളപ്പാനിയായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ വെള്ളപ്പാനി ആകുമ്പോഴത്തേക്കും നമ്മളൊരു വലിയ ഉരുള പുളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2 വർഷം പഴക്കമുള്ള പുളിയാണ്. അതുകൊണ്ട് തന്നെ നല്ല പുളിപ്പുമുണ്ട് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലോട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് പുളിവെള്ളം ഉണ്ടാക്കിയെടുക്കാം. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് പുളി കലക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, ആ പുളിവെള്ളം അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിക്കണം കേട്ടോ. പുളിയുടെ വേരും നാരൊന്നും ഇതിൽ പെടാതിരിക്കണമല്ലോ, അതിനുവേണ്ടി അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. തീ നല്ല കൂടിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് വറ്റിക്കുക. ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഈ മധുരവും പുളിയും ഒക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. വെള്ളവും പുളിയും കൂടെ ചേർത്ത വെള്ളം നന്നായി തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നന്നായി നമ്മുടെ പുളിമുട്ടായി നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരല്പം ഉപ്പും മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം ആവശ്യത്തിന് വെള്ളം ഇട്ടത് കൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒന്നും കൂടി കുറുകി വരട്ടെ കേട്ടോ. ഇനി ഈ മിശ്രിതം നന്നായി ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഓൾറെഡി കുറുകിയുണ്ട്. നമ്മളിപ്പോൾ ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തല്ലോ. ഒന്നുകൂടെ ഒന്ന് കുറുകട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുക്കട്ടെ. ചെറു ചൂടോടുകൂടി വേണം നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാനോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പറുകളിലേക്ക് പൊതിഞ്ഞ് സൂക്ഷിക്കാനോ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ തണുപ്പിച്ച പുളിമിഠായി ഈ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഓരോ പേപ്പറുകളിലോട്ട് മാറ്റിയെടുത്ത് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമുക്കിനി നമ്മൾ ഈ പുളിജാം ആക്കി വെക്കാനായിട്ട് കുറച്ച് പേപ്പറുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് പേപ്പർ. ഈ പ്ലാസ്റ്റിക് പേപ്പറിലാണ് നമ്മൾ ഈ പുളിജാം ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുവെക്കാം. നല്ല ടേസ്റ്റ് അല്ലേ മോളെ പുളിജാമ? കഴിച്ചു നോക്കിയോ മോള്? നമുക്കിതൊന്ന് പൊതിഞ്ഞ് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലേ?
നമുക്ക് ഈ പുളിമുട്ടായി എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഒരു സ്പൂൺ എടുത്ത് കുറച്ച് പുളിമുട്ടായി നമ്മുടെ കയ്യിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കുട്ടികൾ ഒരുപാട് ഇഷ്ടം പറയുന്നുണ്ടല്ലോ, നമ്മളും കഴിച്ചിട്ടില്ലേ അല്ലേ ഒരുപാട് സ്കൂളിൽ ചെറുതായിരിക്കുമ്പം. അപ്പം ഇതെങ്ങനെ ഇവിടെ നിന്ന് കഴിച്ചു വെക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഉപ്പും വെല്ലവും പിന്നെ പുളിയും പിന്നെ മുളക് പൊടിയും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ഉണ്ടാക്കിയുള്ളൂ, പക്ഷെ ഒരുപാട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് ഓരോ രൂപ കൊടുത്തിട്ടാണ് കുട്ടികൾ ഓരോന്ന് വാങ്ങുന്നത്. 1 രൂപയും 50 പൈസയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. നമുക്കിത് ഒരുപാട് കുറച്ച് സാധനം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് കുറച്ചേ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ, ഇനിയും പാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ. കൊള്ളാമോ മോളെ? ഇഷ്ടപ്പെട്ടോ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.